ആരാ കഥകില് മുട്ടുന്നേ? ആഹാ, അല്ല, ഇത് മണ്ടൂസല്ലേ? എടാ, 2 ദിവസത്തെ ടൂറൊന്നും പറഞ്ഞ് നീ രാവിലെ പോയിട്ട് ഇന്ന് തന്നെ മടങ്ങിയോ? അതെ കൊച്ചമ്മേ, ഞാനിങ്ങു പോന്നു. എനിക്ക് എന്റെ ജീവനാണ് വലുത്. എന്തു പറ്റിയടാ? കൊച്ചമ്മേ, ആ ടൂറിസ്റ്റ് വണ്ടിയുടെ ഡ്രൈവർക്ക് തീരെ വിവരമില്ല. ഒരു വലിയ പാലത്തിന്റെ ഇക്കരെ ഓട്ടപ്പാലം എന്ന് ഇംഗ്ലീഷ് എഴുതിയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാര്യമാക്കാതെ അയാൾ ആ പാലത്തിലൂടെ വണ്ടി ഓടിക്കാൻ ശ്രമിച്ചു. എന്നിട്ട്? ഞാൻ ചാടി എണീറ്റ് ബെല്ലടിച്ച് വണ്ടി നിർത്തി. എന്നിട്ട് 2 ചെറിയും പറഞ്ഞു ഇറങ്ങിപ്പോന്നു. അവന്റെ ചെവിക്കുറ്റിക്ക് 2 പൊട്ടിക്കേണ്ടതായിരുന്നു. ഓട്ടപ്പാലത്തിലൂടെ വണ്ടി ഓടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? എന്തു പാലം? ഓട്ടപ്പാലം. അയ്യോ, ഓട്ടപ്പാലം അല്ലടാ, ഒറ്റപ്പാലം. അങ്ങനെ പറയാവോ? എടാ മണ്ടൂസേ, വല്യപ്പച്ചൻ സീരിയസ് ആയി ആശുപത്രി കിടക്കുക. മുതലാളി അങ്ങോട്ട് പോയി, ഞാനും അങ്ങോട്ട് പോവുക. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. കൊച്ചമ്മേ, എന്നാ ഒരു 500 രൂപ ഇങ്ങ് എടുത്താട്ടെ. എന്തിനാടാ 500 രൂപ? ഒരു ശവപ്പെട്ടി മേടിച്ചു വെക്കാൻ. എപ്പോഴാ ഒരു ഹർത്താൽ ഉണ്ടാവുന്നതെന്ന് ദൈവത്തിന് പോലും ഇപ്പൊ അറിയാനൊക്കത്തില്ല. ദൈവദോഷം പറയാതടാ, വല്യപ്പച്ചനോട് കുറച്ചെങ്കിലും സ്നേഹം കാണിക്ക്. വല്യപ്പച്ചനോട് എനിക്ക് എന്നും ആപ്ലിക്കേഷൻ ഉണ്ട് കൊച്ചമ്മേ. ഞാനത് പുറത്ത് കാണിക്കാറില്ലെന്നേ ഉള്ളൂ. വല്യപ്പച്ചനോട് ആപ്ലിക്കേഷനോ? എന്ന് വെച്ചാ എന്തുവാടാ? കൊച്ചമ്മക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടല്ലേ? ആപ്ലിക്കേഷൻ എന്ന് വെച്ചാ കടപ്പാട്. എടാ, ആപ്ലിക്കേഷൻ അല്ല, ഒബ്ലിക്കേഷൻ. ഓ, അങ്ങനെയും പറയാം. അയ്യോ, എങ്ങോട്ടാടാ മണ്ടൂസേ? താലൂക്ക് ഓഫീസ് വരെ ചേട്ടാ. തിരിച്ചറിയൽ കാർഡ് മേടിക്കാൻ പോവുക. എന്തിനാ ഇപ്പോൾ തിരിച്ചറിയൽ കാർഡ്? തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നല്ലേ ഉള്ളൂ. വോട്ടിന്റെ കാര്യത്തിനല്ല ചേട്ടാ, വേറൊരു കാര്യത്തിനാ. എന്താ കാര്യം? മുതലാളിയുടെ വല്യപ്പച്ചൻ ആശുപത്രി സീരിയസ് ആയി കിടക്കുക. ഒന്ന് പോയി കാണാമെന്ന് വിചാരിക്കുക. പക്ഷെ കൊച്ചമ്മ പറയുക വല്യപ്പച്ചൻ എന്നെ കണ്ട തിരിച്ചറിയില്ലെന്ന്. തിരിച്ചറിയൽ കാർഡ് കാണിച്ചാൽ വല്യപ്പച്ചൻ എന്നെ തിരിച്ചറിയുമല്ലോ എന്ന് വിചാരിച്ച. എങ്ങനെയുണ്ട് ചേട്ടാ എന്റെ ബുദ്ധി?